O Lord, may the soul rest in peace. നരേന്ദ്രൻ, രമാദേവി, ഇവരിൽ ആർക്ക് മണിമാല കൊടുത്താലും കോടികൾ എനിക്ക് കിട്ടും. എങ്കിലും രമാദേവിയുടെ വിശ്വാസം അത് കോടികളുടെ വില വരുന്നതാ. അപ്പോ മണിമാല രമാദേവിക്ക് തന്നെ കൊടുക്കണം. ഞാൻ നല്ലൊരു മരുമകളാണെന്ന് തോന്നി തുടങ്ങുന്ന സമയം മുതൽ ഒരു വശത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങും. രമാദേവിയുടെ മകനെ സ്നേഹിക്കാനും അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പോറ്റാനൊന്നും ഈ ഐശ്വര്യ കിട്ടില്ല. ആ തലയിലെഴുത്ത് അനസൂയക്ക് തന്നെയാ. ഈ വീടിന്റെ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കാനല്ല, പറക്കാൻ, ആകാശം മുട്ടി പറക്കാൻ. രമാദേവിയുടെ വിമാന കമ്പനി, അതാണ് എന്റെ ലക്ഷ്യം. അബദ്ധം പറ്റിയതല്ല, ഞാനേ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാ. സൂസൻ വർഗീസ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കിയായ ഉദ്യോഗസ്ഥ, വയസ്സ് 26, ബിസിനസ്മാൻ വർഗീസ് മാപ്പിളയുടെ ഒരേ ഒരു മകൾ. കുടുംബം അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും സൂസൻ ഇവിടെയും. തെളിയിക്കാൻ പറ്റാത്ത പല കേസുകളും മുൻകൈ എടുത്ത് സൂസൻ തെളിയിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു പരിചയമില്ലാത്ത ഞാൻ സൂസനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സൂസൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ പിടിപാട്. എന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ പിടിപാടിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ സോഷ്യൽ മീഡിയ പേജ് വെറുതെ ഒന്ന് കയറി നോക്കിയാ മതി. ഓ, അല്ല, ആരാന്ന് മനസ്സിലായില്ല. എന്റെ പേര് നരേന്ദ്രൻ, ഒരു പാവം കച്ചവടക്കാരൻ. ഈ പാവം കച്ചവടക്കാരൻ എന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ, ഒരു താക്കീത് തന്നിട്ട് പോവാൻ. ധാരാളം കേസുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ സൂസൻ കൂടി കേസ് പിടിച്ചു കൊടുക്കുന്നു കേട്ടു. കമ്മീഷൻ ബേസ് ആണോ വ്യക്തിപരമാണോ? മനസ്സിലായില്ല. ഇലവ് ദേശം കൊട്ടാരം, അവിടുത്തെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും തീപിടുത്തം. ഇപ്പൊ സൂസന് മനസ്സിലായില്ലേ? ഓ, അതാണോ? അതങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. ഇനി ആ കേസിന്റെ പിറകെ പോവുകയും വേണ്ട. നിന്റെ അന്വേഷണം എല്ലാം ഇതോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിലേ ഏതെങ്കിലും കായലിലോ പുഴയിലോ സൂസന്റെ ശവം പൊങ്ങിക്കിടക്കും. പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും നാളും ആ കേസ് ഞാൻ നിസ്സാരമായി എടുത്തിരുന്നെ. എന്നാ ഇപ്പൊ തൊട്ട് അങ്ങോട്ട് ഞാൻ സീരിയസ് ആയിട്ട് അന്വേഷിക്കാൻ പോവാ. അന്വേഷിക്കുകയും ചെയ്യും,
യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഞാൻ നേരത്തെ എന്റെ പേര് പറഞ്ഞില്ലേ, നരേന്ദ്രൻ. എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, നരി. നരേന്ദ്രൻ എന്ന പാവം ഞാൻ നരിയായി മാറിയാലേ വലിയ കുഴപ്പമാ. ഈശ്വരൻ ഈ നരിക്ക് ഒരു പ്രിവിലേജ് തന്നിട്ടുണ്ട്. എന്റെ വണ്ടിയുടെ നമ്പർ നീ ഒന്ന് നോക്കി. അതിൽ LK എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജ്. LK, ലൈസൻസ് ടു കിൽ. ഈ പുണ്യനടയിൽ വെച്ച് ഞാൻ പറയുക, ഇനി ഒരിക്കൽ കൂടി ആ കേസിന്റെ പിന്നാലെ നീ പോയാ ഫോറൻസിക് ലാബിലേക്കൊന്ന് പരിശോധിക്കാൻ നിന്റെ ഫോസിൽ പോലും ഉണ്ടാവില്ല. ഞാൻ ഒന്നും വെറുതെ പറയാറില്ല. അങ്ങ് കാഞ്ഞിരപ്പള്ളിയില് വലിയ നോമ്പും പിടിച്ച് അമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണവും കഴിച്ച് മര്യാദക്ക് ജീവിച്ചുകൂടെ നിനക്ക്? എന്തിനാ എന്നെ പോലുള്ളവരുടെ പിന്നാലെ നടന്ന് കുരിശ് പറഞ്ഞ് ഏറ്റുവാങ്ങുന്നു? പാവങ്ങളെ സഹായിച്ച് കുരിശിൽ കയറിയ നിന്റെ ദൈവം ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും നിനക്കും. ഇവിടെ വെച്ച് നിർത്തിക്കോണമെല്ലാം. ഇനി നീ ഞാൻ ഇതുപോലെ മുഖാമുഖം വന്ന് നിൽക്കുവാണെങ്കിൽ അന്ന് നിന്റെ മരണമാ. ഇലവുദേശം കൊട്ടാരവും തീപിടുത്തമൊക്കെ കളഞ്ഞിട്ട് മര്യാദക്ക് ജീവിക്കു പെണ്ണേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ എന്റെ പിറകെ വരികയാണെങ്കിൽ അത് നിന്റെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ കലറ തുറന്നിട്ടിട്ടായിരിക്കണം. ഹലോ സൂസൻ. മഹി എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത്യാവശ്യമൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. ഇപ്പോ ഒരാള് വന്നെന്നെ കണ്ടിരുന്നു. പറഞ്ഞാ മഹിക്ക് അറിയാമോ ഇല്ലയോന്ന് എനിക്കറിയില്ല. ഒരു കറുത്ത ജീപ്പിലാ വന്നതേ, ഒരു കറുത്ത വേഷമൊക്കെ ആയിട്ട്.